വെൽക്കം ബാക്ക് ടു സെമോ ഷോട്ട്സ്. അപ്പോൾ ഞങ്ങളുടെ ഈ കാർ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. യെസ്, വി ആർ ഗോയിങ് ഫോർ അനദർ ട്രിപ്പ്. സാധാരണ ഞങ്ങൾ യൂഷ്വൽ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഞങ്ങൾ പെട്ടെന്നുള്ള സഡൻ പ്ലാനാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനെ ഇങ്ങനെ കുറേ കഥകൾ പറയാറുണ്ട്. പക്ഷേ ഈ പ്ലാൻ ഞങ്ങൾ കുറച്ച് സാധാരണ പോലെ പ്ലാൻഡ് ആണ്. ഞങ്ങളൊരു ഓർഗനൈസ്ഡ്. അതെ, ഞങ്ങൾ പാക്കേജ് എടുത്താണ് പോകുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഈ വീഡിയോയിൽ തന്നെ ആഡ് ചെയ്യാം. സോ വി ആർ ഗോയിങ് ഫോർ അനദർ ട്രിപ്പ് ടു ഗോവ. അങ്ങനെ ഞങ്ങൾ ഗോവ എത്തി. ഞങ്ങൾക്ക് ഡ്രൈവർ വിളിക്കാൻ വന്നു. സഞ്ചാരി ഹോളിഡേയ്സ് ആണ് നമുക്കിതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. റൂമും പിക്കപ്പും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത് അവരാണ്. നമുക്ക് ബസ് കുറച്ച് ലേറ്റായി. ചേട്ടൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. 10 മണി തൊട്ട് പാവം വെയിറ്റ് ചെയ്തു. ബസ് ലേറ്റ് ആയിരുന്നു. ആൻഡ് യെസ്, ഫൈനലി ഞങ്ങൾ എത്തി. അപ്പോൾ സമയം ഇപ്പോൾ 4 മണിയായി. ഞങ്ങൾ ഒരു വെറൈറ്റിക്ക് ഈ പ്രാവശ്യം ബൈക്ക് മാറ്റി കാറാക്കിയേക്കുവാണ് റെന്റ് ചെയ്തേക്കുന്ന വണ്ടി. അപ്പോൾ എല്ലാവരും വെയിലൊന്നും കൊള്ളാതെ ഒരുമിച്ച് ആദ്യമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു യൂണിറ്റ് ആയിട്ട് ഞങ്ങൾ പോവുക. ഞങ്ങളിപ്പോൾ പോകുന്നത് സാധാരണ എല്ലാവരും പല വഴിക്ക് കണ്ടുപിടിച്ച് എന്നിട്ട് പിന്നെ അയാളെ തപ്പാൻ വേണ്ടി പിന്നെ പോകുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ പ്രാവശ്യം ആ ഒരു കുറേ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഞങ്ങൾ ഒരു വണ്ടി തന്നെ എടുത്തു. ഞങ്ങൾ ഇപ്പൊ പോകുന്നത് ഇവ കഫെയാണ്. ഇവ കഫെ അത്യാവശ്യം ഗോവയിൽ വരുമ്പോൾ പോകേണ്ട ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു കഫെയാണ് എന്ന് കേട്ടു ഞങ്ങൾ. അപ്പൊ അത് കേട്ടത് സത്യമാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾ നിങ്ങളോട് പറയാം. നമ്മളിപ്പോൾ ഗോവയിൽ ഒരു അടിപൊളി ആന്റിക് പീസസ് ഒക്കെ ഇടുന്ന ഒരു കടയിലാണ്. ഞാനൊരു ഒരു ഹാൻഡിൽ ഇടുന്നൊരു ഇവിടെ ഇടുന്നൊരു എന്താ ഇതിന്റെ പേരെന്താ ഒക്കെ ഒരു ജ്വല്ലറി എടുത്തു. എല്ലാവരും ഇങ്ങനെ ഓരോരോ ജ്വല്ലറീസ് എടുത്തു. ഞാൻ കാണിച്ചു. ഇഫ് യു വോണ്ട് സച്ച് ടൈപ്പ് ഓഫ് ജ്വല്ലറീസ് ഇവിടേക്ക് വന്നാൽ മതി. നല്ല രസമുള്ള ഇതൊക്കെ കിട്ടും ഇവിടെ. കുറേ ഡ്രീം ക്യാച്ചേഴ്സ് ഉണ്ട്. What's your name? My name or shop name? Your name? Manu. And shop name? Goa Gift. Goa Gift. Goa. Okay, if you want such kinds of jewelries, please do come to this shop. ഇവിടെ കുറേ ഞങ്ങൾ ഈ മാല ഇവിടെ നിന്ന് എടുത്താണ്. പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു ജ്വല്ലറി, ഇങ്ങനത്തെ ഒരു ജ്വല്ലറി, ഇങ്ങനത്തെ ഹാൻഡ് മെയ്ഡ് ബ്രേസ്ലെറ്റ്സ്. You will get ഇങ്ങനത്തെ statement rings. My jewelry make you more beautiful. What? My jewelry make you more beautiful. Yeah. We have ഇങ്ങനെ കുറേ ഡ്രീം ക്യാച്ചേഴ്സ് ഉണ്ട് ഇവിടെ. ഇറ്റ്സ് ആക്ച്വലി മസ്റ്റ് വിസിറ്റ് ഷോപ്പാണ്. നമ്മൾ ഷോപ്പിൻ്റെ പേര് ഇതിൽ ടാഗ് ചെയ്യാം. Anklets, bracelets. If you like ഇങ്ങനത്തെ ആൻറ്റിക് ഇയറിങ്സ്, ഇത് നമ്മൾ വേറെ എവിടെയും കാണാറില്ല. വലിയ ഡ്രീം ക്യാച്ചേഴ്സ്. ഒരു വൈബ് പ്ലേസ് ആണ്. പ്ലീസ് ടു വിസിറ്റ്. താങ്ക് യു സോ മച്ച്. Thank you. വെൽക്കം ബാക്ക്. നേരെ നമ്മുടെ ബാക്കിൽ സൺസെറ്റ്, നല്ല അടിപൊളി സൺസെറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ പോയി കഴിഞ്ഞു. സൺസെറ്റ് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ചില്ല് ചെയ്ത് നടക്കുവാണ്. നമ്മൾ ഈ കഫേ വന്നു, കോഫി കുടിച്ചു, നമ്മളൊരു നല്ല സൺസെറ്റ് കണ്ടു. നല്ലൊരു ഡേ ആയിരുന്നു. ഫസ്റ്റ് ഡേ പൊളിച്ചു അല്ലേ? അതെ, നല്ല രസം പറയാനില്ല. അതെ, നമ്മള് ഇവ കഫേ വരാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. ഒരു ഗ്രീസ് വൈബ്, സൂപ്പറാണ്, രക്ഷയില്ല. ഭയങ്കര എസ്തെറ്റിക്കലി പ്ലീസിങ് പ്ലേസ്. കുറേ ഫോട്ടോ എടുക്കാം. യു വോണ്ട് ഫീൽ ഇറ്റ് ഗോവ. ഇറ്റ്സ് ഗോവ അല്ലേ? ഇറ്റ്സ് മോർ ലൈക്ക് എ ഗ്രീസ്. ഒരു പ്രോപ്പർ ഇൻസ്റ്റഗ്രാമബിൾ പ്ലേസാ. പിന്നെ നമ്മള് എന്താ ചെയ്ത, പിന്നെ ഞങ്ങൾ നടന്നു, ഷോപ്പ് ചെയ്തു.
കുറെ സാധനങ്ങളൊക്കെ മേടിച്ച് അത് കാണിച്ചു തരും. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യില്ല ഞങ്ങൾ എന്തെങ്കിലും മേടിക്കുന്നു. കാരണം ഞങ്ങളുടെ ഒരു വിചാരം ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് തിങ്സ് എന്നാണ്. പക്ഷെ ഞങ്ങൾ ഭാഗ്യം ചെയ്തു. പക്ഷെ ഭയങ്കര യുണീക്ക് പീസ് അതുകൊണ്ട് മാത്രം അതുകൊണ്ട് ആ കട നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് തിരിച്ച് റൂമിൽ പോവാം. നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ കഴിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഷാക്കിൽ ഒന്നും പ്ലാനില്ല. ഷാക്ക് ഞങ്ങൾ എന്തായാലും മിസ് ചെയ്യില്ല, അതെന്തായാലും പോകും. അത് പക്ഷെ എന്ന് പോകണം പ്ലാനിങ് അല്ല, ഇന്ന് പോവും. എപ്പോ പോവും, എന്ത് ചെയ്യുന്നത് നമുക്ക് ഓണ്ടതേ കാണാം. ഒന്നും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ വന്നിട്ടല്ലേ ഞങ്ങള് ഇതേപ്പോ അർജുന കഫേയിൽ വന്നേക്കുവാണ്. ഇവിടുന്ന് ഒരു കോഫി കുടിച്ച് പയ്യെ റിലാക്സ് ആയിട്ട് നേരെ റൂമിൽ പോയി ഒന്ന് ഫ്രഷായി. ഞങ്ങളിപ്പോൾ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട് പ്ലാൻസ്. ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് റൂമിൽ പോകുന്നതിന് മുന്നേ ഈ കഫേയും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ റൂമിൽ പോയി ഫ്രഷനപ്പ്, ഡിന്നർ, പിന്നെ അടുത്ത പ്ലാൻ. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഞങ്ങളിപ്പോൾ ഇന്ന് ജോസഫ് ബാർ പോകാനായിട്ടാണ് പ്ലാൻ. അത് ഭയങ്കര പണ്ടത്തെ ഒരു ബാറാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും റീലൊക്കെ കണ്ടിട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാണ്. ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കാം. എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത്. ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഒരു പ്രീ ലഞ്ച് പോലെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ അഭിപ്രായം പറയും. ഓക്കെ, നമ്മളിപ്പോൾ ജോസഫ് ബാർ എത്തി. ഇത് ഗോവയിലെ വന്നിട്ട് ആ ഒരു വൈബ് ഉണ്ട്. നമ്മളിവിടെ മെനു നോക്കിയിരിക്കുകയാണിപ്പോൾ. ഫുഡ് ഓർഡർ ചെയ്യാൻ ഇവിടെ വരുമ്പോൾ പറഞ്ഞ മസ്റ്റായിട്ടുള്ള ഒരു ഐറ്റമാണ് ഉരുക്ക്. അപ്പം നമ്മളത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഉറക്കം ഓർഡർ ചെയ്തു. കുറച്ച് ജോസഫ് ബാർ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്, അങ്ങനെ പോം ഫ്രിക്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് വരുമ്പോൾ കാണിച്ചു. നമ്മുടെ ഉറക്ക് വന്നു. കുറേ പേര് നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന്. അപ്പം ഞാനാണ് ആദ്യം ട്രൈ ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫൈനലി ഫെനി ഉണ്ടാക്കുന്ന പ്ലേസിലെത്തി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഫെനി ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരെന്താ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നീരോ ഉണ്ടാക്കണം. നീരോ ഫെനിയും ഡിഫറെൻ്റ് ആണ്. അതായത് നീരോ നമ്മൾ ആദ്യം കിട്ടുന്ന ജ്യൂസാണ്, അത് ഫെർമെൻറ്റ് ചെയ്ത് ഡിസ്റ്റിൽ ചെയ്തൊക്കെയാണ് ഫെനി ആകുന്നത്. പക്ഷേ അതിപ്പോൾ ഇവിടെ ഇല്ല. അപ്പം നമുക്കിപ്പോൾ ഇവിടെ നീരോ മാത്രമാണ് അവൈലബിൾ ഉള്ളൂ. അപ്പോൾ അത് നീരോ ഇപ്പോൾ എടുക്കുന്ന ഫ്രൂട്ട് അതിലെ കുരു മാറ്റുന്ന പ്രോസസ്സാണ്. കുറേ പ്രോസസ്സ് വരുന്നുണ്ട്, എന്നാലും നമുക്ക് ആ ഫെനി എന്നുള്ളൊരു ഫൈൻ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടുന്ന് നീരോ മാത്രം മേടിച്ച് ഫെനി വേറെ എവിടെയെങ്കിലും കിട്ടുന്നുള്ള രീതിയിൽ നോക്കിയിട്ട് കുടിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫ്രൂട്ടിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ ഈ മെഷീനിലാണ് ഇതിൻ്റെ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിലൂടെ ഈ മെഷീനിലൂടെ ഇട്ട് കഴിഞ്ഞ് നമുക്കിവിടെ താഴെ കൂടി ഇവർ കളക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണിത്. നമുക്കിത് ഇവിടെ മാത്രം കണ്ടുതരുന്നതാണ്. നമുക്കിത് ട്രൈ ചെയ്യാതെ പോകാൻ ഭയങ്കര മടിയാണ്. എന്തുണ്ടെങ്കിലും എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്ന് കിട്ടുന്നുള്ള ഒരു മിഷനിലാണ് ഞങ്ങളുടെ വന്നത്. മൊത്തം കാണാൻ പറ്റുന്നു. ഇവിടെ ഗോവ മൊത്തം കാണാൻ പറ്റുന്നു തോന്നുന്നു. അപ്പുറത്തെ ഇപ്പുറത്ത് ഈ ഉണ്ട് പറഞ്ഞപ്പോൾ അവൾ നമ്മളിപ്പോൾ ഒരു ലോക്കൽ ഒരു ചെറിയ ഷോപ്പിൽ വന്നേക്കാണ്. ഇവിടെ ഫിഷ് കട്ട്ലറ്റ്, ബ്രെഡ്, അങ്ങനെ കുറേ ചെറിയ ചെറിയ മെനൂസ് ഉണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? ഭയങ്കര ഫിഷ് ചെയ്യാം. എൻ്റെ ടേസ്റ്റ് കട്ട്ലറ്റ് അല്ല, ഭയങ്കര മീൻ ടേസ്റ്റ് ഉണ്ട്. കഴിക്കാത്ത ദിവസമാണ്
അത് കഴിക്കാത്ത സാധനം. അങ്ങനെ ഞങ്ങൾ സൗത്ത് ഗോവ കറങ്ങി കോൾബ ബീച്ചിലെത്തി. നല്ലൊരു സൺസെറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഡേ ഓഫ് ഗോവയാണ്. ഞങ്ങൾക്കിപ്പോൾ ടൈമിൻ്റെ കുറേ ലിമിറ്റേഷൻ ഉള്ള കാരണം ഞങ്ങൾ ഒരുപാട് എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ ഒരു പാരാഗ്ലൈഡിങ് ട്രൈ ചെയ്തിട്ട് സമയം നോക്കി പിന്നെ എന്താണെന്നുള്ള പ്ലാനിങ്, ബാക്കിയുള്ള പ്ലാനിങ് ഉണ്ടാകും. അപ്പോൾ പാരാഗ്ലൈഡിങ്ങിനായിട്ട് ഞങ്ങൾ വന്നേക്കുന്ന ബീച്ചിൻ്റെ പേര് ബാഗ ബീച്ചിലോട്ട് വന്നേക്കുവാണ്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ പാരാഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയില്. ഇപ്പൊ ഞങ്ങള് പാരാഗ്ലൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ് എല്ലാവരും. ഒരു സ്പീഡ് ബോട്ട്, ഒരു ടാസ്കോടെയാണ് ഞങ്ങളുടെ വന്നത്. ഇപ്പൊ വേറെ ബോട്ടിൽ കയറി ഇവിടെ നിന്നാണ് ഇനി പാരാഗ്ലൈഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എത്രത്തോളം കാണിക്കാൻ പറ്റും ഞങ്ങൾക്ക് അറിയില്ല. ഫുൾ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും. ഫോണൊക്കെ റിസ്ക് ആയത് കാരണം അധികം ഒന്നും എടുക്കാൻ പറ്റില്ല. മാക്സിമം ഞങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ നോക്കാം. അങ്ങനെ ഞങ്ങൾ പാരാസൈലിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഇപ്പോൾ സമയം ഏകദേശം 2:30 കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് എല്ലാവരും പറഞ്ഞൊരു സംഭവമാണ് ഇവിടുത്തെ ഫിഷ് താലി, ഫാറ്റി ഫിഷിൽ ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും ടയേർഡായി. മണ്ണാണ്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ്. വർത്ത് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ നല്ല വെയിലായിരുന്നു. ഉച്ച കഴിഞ്ഞ് ചെയ്യണതായിരിക്കും ബെറ്റർ. ചൂടായി. ഞങ്ങളുടെ ഒരു സമയപരിമിതി അല്ല, നല്ല വ്യൂ കിട്ടണമെങ്കിൽ നല്ല വെയിൽ വേണം. കുറച്ച് സഹിച്ചാൽ മതി. ഒന്നെങ്കിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് നല്ല കാമായിട്ട് ചെയ്യാതിരിക്കും. മോർണിംഗ് നല്ല ഈവനിങ് ആകുമ്പോൾ ഇരുട്ടായി കഴിഞ്ഞാൽ നല്ല നട്ട് വെയിൽത്താൻ വെളുത്തോടെ കാണാം. പക്ഷെ എത്ര വെയിലാണെങ്കിലും അവിടെ എത്തുമ്പോൾ ഒരു കാം സീ ആയിരിക്കും. വ്യൂ അത്ര ഭംഗിയുണ്ടാവില്ല. നമ്മൾ ഫാറ്റി ഫിഷിൽ പോയി. അപ്പോൾ അവിടെ താലിയെല്ലാം ഫിനിഷ് ആയിരുന്നു. ഞങ്ങൾ പാരാസൈലിംഗ് കഴിഞ്ഞ് വന്ന് ആ ഒരു ഡിലേ കാരണം. എന്നിട്ട് അവർ തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് ലോബ്സ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമ്മളിപ്പോൾ അവിടെ വന്ന് ലോബോസിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഫിഷ് താലി മീൽസ് വന്നു കാണിച്ചു തരാം. താലി വന്നു, നമ്മൾ കഴിച്ചു തുടങ്ങി. എന്തൊക്കെയുണ്ടെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഫിഷ് കറി, ഇത് കിങ്ഫിഷ് ആണെന്ന് തോന്നുന്നു, ക്രാബ്, എന്തൊരു പീഴ, കക്ക ഉണ്ടെന്നാണ് ഗിരിജി പറഞ്ഞ അറിവ്. ക്രാബ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്, ഫിഷ് കറി ഉണ്ട്. എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. അപ്പം നമ്മുടെ ഗോവ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മളിപ്പോൾ തിരിച്ച് ബസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. ഈച്ച് ഡേ, എല്ലാ ഡേയും ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. ഇതിൻ്റെ ഏറ്റവും മെമ്മറി ഏതാ? ഇന്ന് ചെയ്ത പാരാസ്ലൈഡിങ്, പിന്നെ താലി, ഇന്നലത്തെ നൈറ്റ് ഞങ്ങൾ കുറേ സംസാരിച്ചിരിക്കുന്ന ബീച്ചിൽ, എല്ലാം അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ഏറ്റവും മെമ്മറി എന്താ ഗോവയിലെ? ഇന്നത്തെ എനിക്ക് തേർഡ് ഡേ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കടലിൽ നടുക്കൊണ്ടായിട്ടായിരുന്നു ചെയ്തത്. അപ്പം ഫുൾ നമ്മുടെ ചുറ്റും ഭയങ്കര വെള്ളം, അതായത് ഭയങ്കര ഇൻഫിനിറ്റി ആയിട്ട് വെള്ളം കിടക്കണമെന്ന് ഭയങ്കര സന്തോഷം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പാരാസൈലിംഗ് ആയിരുന്നു. അത് ഒരു ഭയങ്കര കോർ മെമ്മറി ആയിരിക്കും. ഇതുവരെ ചെയ്യാത്ത ഒരു ഇതായത് ഒരു കോർ മെമ്മറിയുടെ എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടാവും. അതുപോലെ ഇന്നത്തെ താലി ഒരു ബെസ്റ്റ് താലി. ഞങ്ങൾ ഗോവറിനെ വെച്ച് കഴിച്ച താലിയേക്കാളും 100 times ബെറ്റർ.
ഗോവ താജ്മഹൽ ഓൾറെഡി ഭയങ്കര ബെസ്റ്റായിരുന്നു, പക്ഷെ അതൊന്നും ഒന്നും അല്ല എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. എൻ്റെ മെമ്മറി എനിക്ക് ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഇന്നത്തെ ഡേ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഇതിന് പാരസൈലിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവരുടെ അത്ര ഹൈറ്റിലൊന്നും പോയില്ല. എനിക്ക് ബെസ്റ്റ് ഡേ ഇന്നലെയും മിനിങ്ങാന്നും എല്ലാ ദിവസവും ബെസ്റ്റായിരുന്നു. പക്ഷേ ഇന്നലെ നമ്മൾ റാൻഡമായിട്ട് കോൾവ ബീച്ചിൽ പോയി അവിടെ ഷെല്ലൊക്കെ പാർക്ക് ചെയ്ത് രാത്രി നമ്മൾ ഷാക്കിൽ വെറുതെ ഇരുന്നത്. അതുപോലെ അതിന് മുന്നത്തെ ദിവസം അർജുന കഫേ പോയത്, പാട്ട് പാടിയത്, അങ്ങനത്തെ കുറേ ചെറിയ ചെറിയ എലമെൻറ്റ്സ് നല്ല രസമുണ്ടായിരുന്നു ഗോവ ട്രിപ്പിൽ. എൻ്റെ ബെസ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലെ നൈറ്റ് എല്ലാവരും ഇരുന്ന് സംസാരിച്ചതായിരുന്നു. ഭയങ്കര രസമായിരുന്നു അത്. പിന്നെ പാരാസൈലിംഗ് അത് ഫസ്റ്റ് ടൈം ആയിരുന്നു. ഭയങ്കര വ്യൂ ആയിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു അത്. പിന്നെ അർജുന കഫേയിൽ എല്ലാവരും ഒരുമിച്ച് പാട്ട് പാടിയത് അത് ഭയങ്കര ടെൻഷനായിരുന്നു, പക്ഷെ അടിപൊളിയായിരുന്നു. അത് ഇതായിരുന്നു എൻ്റെ ബെസ്റ്റ് മെമ്മറീസ്. ശരിക്കും പറഞ്ഞാൽ 3 ഡേയ്സും ഭയങ്കര അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല, നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ട്രിപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ച് ബസ് കയറാൻ പോവുക. കുറേ മെമ്മറീസൊക്കെ ആയിട്ട് ഞങ്ങളെല്ലാവരും തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.